ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലെ ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ്. 10 ദിർഹംസ് മാത്രമേ ഇവിടെ എൻട്രൻസ് ഫീ ഉള്ളൂ. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, കുട്ടികൾക്ക് കാണിക്കാനുണ്ട് ഇവിടെ. അപ്പം അകത്തുള്ള കാഴ്ചകൾ കാണാം. എന്നാവാ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അറബികളുടെ പഴയ ജീവിത രീതികളും അവരുടെ വീടുകളൊക്കെ എങ്ങനെയായിരുന്നു, ഇങ്ങനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെ ആയിരുന്നു. ഇത് പഴയ അറബികളുടെ വീടിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെ ഒറിജിനൽ വീട് തന്നെയാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതും. ഇത് അറബികൾ പഴയ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് ഒമാനികളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരു കടാരി എന്നൊക്കെ പറയുന്നൊരു സംഭവം. ഇതവർ അറബികളൊക്കെ ഉപയോഗിക്കുന്ന പഴയ പാത്രങ്ങൾ, മണ്ണിൻ്റെ പാത്രങ്ങൾ. അങ്ങനെ കുട്ടികൾക്കൊക്കെ വന്നാൽ ഒരുപാട് കാണാനുണ്ട്. ഇത് അവരുടെ വിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന നെയ്ത്ത് മെഷീനാണ്. ഇതൊക്കെയായിരുന്നു അന്ന് കാലം അറബികളുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മരുഭൂമിയിലൊരു വീട്, അപ്പുറത്ത് കാണുന്നത് ഒട്ടകം. ഇങ്ങനെയായിരുന്നു മരുഭൂമിയിലെ ലൈഫ്. പിന്നീട് മാറി ഇന്ന് കാണുന്ന ദുബായ് എന്ന വലിയ രാജ്യത്തിലേക്ക് കുതിച്ചു കയറി അറബികൾ. മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളാണ് പഴയ കാലത്തെ. ഇതിൻ്റെ പേര് ഊദ് എന്നാണ്. ഇതൊക്കെ പഴയ സുഗന്ധദ്രവ്യങ്ങളാണ്. അറബികൾ ഉപയോഗിച്ച പഴയ സുഗന്ധദ്രവ്യത്തിൻ്റെ പല രീതിയിലുള്ള അത്തറ്, ഊദ് എന്നാണ് പല സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടാക്കിയത്. പിന്നീട് സ്പ്രേയിലേക്കൊക്കെ മാറ്റം സംഭവിച്ചു വന്നതാണ്. ഇന്ത്യൻ കറൻസിയാണ് ഇവർ ആദ്യം ഉപയോഗിച്ചത്. ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ 5 രൂപയൊക്കെ എന്ന് ഉപയോഗിച്ചതാണ്. ഇന്ത്യൻ രൂപ തന്നെയാണ് 10 രൂപ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ് അറബികൾ ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് മാറി പിന്നീട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മാതൃകയിലുള്ള വന്നു തുടങ്ങി. ഇതൊക്കെ പഴയതാണ്. 5 ദിർഹംസ്, 10 ദിർഹംസ്, 100 ദിർഹംസ്. ഇതാണ് പഴയകാല ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ അറബികൾ ഉപയോഗിച്ച വസ്ത്ര രീതി. ഇന്ന് കുറേയൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇവരുടെ ദേശീയ പക്ഷി ഫാൽക്കൻ്റെ ഒരു സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇവർ ഉപയോഗിച്ച പഴയകാല കുറേ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ കുട്ടികളെ കടത്തുന്നൊരു ഊഞ്ഞാൽ, തൊട്ടിൽ. ഇത് ഈത്തപ്പനത്തിൻ്റെ മരം കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. ഇതിൽ കുട്ടീനെ ഇങ്ങനെ കിടക്കും പോലെ ഒരു സംഭവം അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരെ പഴയകാല ഈത്തപ്പഴമൊക്കെ റൊട്ടിയൊക്കെ അടച്ചു വെക്കുന്ന അടപ്പുകളാണ് ഇതൊക്കെ. കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.